ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണല്ലേ? എന്നാൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഷുവറാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും ഡബിൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ബാ. നമ്മളിവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വറ്റൽമുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. വറ്റൽമുളകൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വേണ്ടുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി ഞാനൊരു 2 കുടമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ വേണ്ടുന്നതാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 30ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എത്ര എടുക്കുന്നോ അത്രയും നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുന്നതാണേ. ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ഇത് ഞാനൊരു കുക്കറിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അടുത്തതായി വേണ്ടുന്നതാണ് മല്ലിപ്പൊടി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുക്കറിൽ അടിച്ചെടുക്കാം. ഇവിടെ ഒരു 5-6 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബീഫിന്റെ വേവ് അനുസരിച്ച് കുക്കറിൽ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 6 വിസിൽ വരെ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. വിസിൽ കേൾപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിം വരെ ഇട്ടിരിക്കുക. എന്നിട്ട് ഫസ്റ്റ് വിസിലിന് ശേഷം ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയാണ് ഒരു 5-6 വിസിൽ കേൾപ്പിച്ചെടുക്കേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ ബീഫിന് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോൾ ഇവിടെ ഒരു 3 പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കോലം, കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അടുത്തതായി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ട് ആഡ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ചെറിയ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആകണം കേട്ടോ. അതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇപ്പൊ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ആഡ് ചെയ്താൽ മതി. അതുപോലെ എത്ര ചെറിയ ഉള്ളി എടുക്കുന്നോ അത്രയും നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കൂടും. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. കൂടെ തന്നെ 3 ചെറിയ പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുവാണേ. നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണേ. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്ത് ഉണ്ടാവേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് മല്ലിപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ളതിനനുസരിച്ച് മുളക് പൊടി എടുത്താൽ മതിയാവും. കൂടെ തന്നെ വേണ്ടുന്നതാണ് ഗരം മസാല പൊടി. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ 6 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ല ഊറി ഇറങ്ങിയിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബീഫ് നമ്മുടെ ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്യാം. അപ്പോ നമ്മുടെ പൊടികളൊക്കെ ആ ഒരു ചെറിയ ഉള്ളിയിലും പച്ചമുളകിലും ഒക്കെ കിടന്ന് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആ വെള്ളത്തോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആ ഗ്രേവിയോടെ നമ്മള് ബീഫ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റണം കേട്ടോ. അതുവരെ നമുക്ക് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നില്ല, ഒരു റോസ്റ്റ് പോലാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീഫ് റോസ്റ്റിനൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഈ ഒരു സംഭവം, കുരുമുളക് പൊടി. കുരുമുളക് വീട്ടിൽ തന്നെ മുഴുവൻ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊരു നാരങ്ങയും കൂടെ ആവശ്യമായിട്ടുണ്ട്. നാരങ്ങയുടെ പകുതിയാണ് കേട്ടോ. അതിന്റെ ആ ഒരു ജ്യൂസും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ശകല മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കുന്നുണ്ടേ. ഈ സമയത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാവേ. ഉപ്പ് നോക്കിയിട്ട് കുറവെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ അടുത്തതായിട്ട് കുറച്ചും കൂടെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ ആണ് കേട്ടോ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. അപ്പോ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബീഫൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് വേണ്ടുന്നതാണ് അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിന് ഒത്തിരി ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം. ഈ ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൂടി വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇനി യൂസ് ചെയ്യേണ്ടത്. അതുവരെ ഒന്ന് സെറ്റ് ആവട്ടെ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം. അപ്പോ 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റ് കണ്ടോ, സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം.
സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്രഷ് ചെയ്ത ചില്ലിയും കൂടെ കുറച്ചൊന്ന് വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.